ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മൾ ഇന്ന് ഖദീജ ഉമ്മയുടെ, അതായത് പാത്തുമ്മയുടെ ആഡിലെ ഖദീജ ഉമ്മയുടെ വീഡിയോയിൽ കണ്ട ഒരു വിശിഷ്ട വ്യക്തി അല്ലേ. ഇവിടെ എന്താ പറയുക, ബഷീർ എന്ന നാമത്തെ തന്നെ നെഞ്ചിലേറ്റിയ ബഷീർ ഷാജി എന്നറിയപ്പെടുന്ന ഷായിച്ചേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷായിച്ചേട്ടന്റെ അന്ന് നമ്മുടെ ആ വീഡിയോ പറയണ്ടായി, ഷായിച്ചേട്ടന് കുറെ കളക്ഷൻസ് ഉണ്ട്, കുറെ ബുക്സിന്റെ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബഷീറുമായിട്ട് ബന്ധപ്പെട്ട റെയർ ആയിട്ടുള്ള ലേഖനങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം, അതൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ കുറെ കൃഷികളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പം നമ്മള് ഷായിച്ചേട്ടന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കൃഷി, വീട്ടിലേക്ക് വന്നപ്പോഴേ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് കൃഷിയാന്ന് തോന്നുന്നു അല്ലേ. സ്വന്തമായിട്ട് ചെയ്ത് അല്ലെ, സ്വന്തമായിട്ട് സഹായിക്കാനുണ്ട്. എന്നാലും അധ്വാനിച്ച് ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് ആ കൂടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു തലയോലപ്പറമ്പിലെ ഒരു പ്രമുഖ വ്യക്തിത്വം തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ നമ്മളോട് അന്ന് വീഡിയോയിൽ പറയണ്ടായി കുറെ ബുക്സിന്റെ കളക്ഷൻ ഉണ്ട്, ബഷീറിനെ സംബന്ധിച്ചും ഒക്കെ ഉള്ള. വന്നപ്പോഴേ നമ്മളത് കാണുകയുണ്ടായി. പക്ഷെ നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്തത് കൃഷിയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ കൃഷിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എന്റെ ഭൂമിയല്ല ഇത്. കൃഷി ചെയ്യാൻ നമ്മൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് നമ്മൾ തന്നെ ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും മാർഗം അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിക്കാൻ ഡോക്ടർ ഗംഗാ സാറിന്റെ ഉപദേശമാണ് നമ്മളിതിലേക്ക് ആക്കിയത്. ഇതും ഒരു കുരി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു സ്ഥലമാണ്. അത് ഇങ്ങനെ കാട് പിടിച്ച് കിടന്ന സമയത്ത് ഭാര്യ ചോദിച്ചു കൃഷിയെ, അങ്ങനെ തന്ന് അങ്ങനെ 4-5 കൊല്ലമായിട്ട് ഈ 4 ഏക്കറിൽ പച്ചക്കറികളും വാഴയും കപ്പയും വിവിധ തരത്തിലുള്ള കപ്പയും വാഴകളും ഒക്കെ കൃഷി ചെയ്യും. ഏത്തവാഴയും പൂമ്പാഴയും റോവസ്റ്റായും ടിഷ്യൂ വാഴയും എല്ലാ ഉള്ള വാഴകൾ, അതിലുപരി ധാരാളം വിവിധ പച്ചക്കറികളൊക്കെ ചെയ്യുന്നു. ഇത് കുറച്ച് നമ്മൾ കടകളിൽ കൊടുക്കും, പിന്നെ ക്യാൻസർ പേഷ്യൻസിന് ആളുകൾ നമ്മൾ കൊടുക്കും. അതുപോലെ അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ വാഴച്ചുണ്ട് നമുക്കറിയാം, നിസ്സാരമാണെന്ന് വാഴച്ചുണ്ടൊക്കെ ഏറ്റവും ജൈവപരമായി, ഇതെല്ലാം ജൈവമാണ്, അതാണ് ഇതിന് പ്രത്യേകത. അപ്പോൾ അങ്ങനെ തുടങ്ങിയ സംരംഭമാണ്. പക്ഷേ കൃഷിഭവൻ, തലയോലപ്പറമ്പ് കൃഷിഭവൻ നമ്മളെ ചേർത്ത് നിർത്തി. അവർ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നു. കൃഷി ഓഫീസറും അവിടുത്തെ അസിസ്റ്റന്റും ഉദ്യോഗസ്ഥന്മാരും മറ്റ് മുതിർന്ന കർഷകരൊക്കെ അങ്ങനെ വന്ന കുറേ നെൽകൃഷി അതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് താല്പര്യം ഉണ്ടായി. അപ്പം പറയുന്നുണ്ട്, ബഷീർ പറയുന്നുണ്ട് ഇതെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ ബഷീറിൻ്റെയും ഡോക്ടർ ഗംഗാധര സാറും ഒക്കെ നമുക്ക് ഇത് ചെയ്യാനുള്ള പ്രചോദനമുണ്ടായി. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഒത്തിരി പേര്. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ. അപ്പോൾ ഈ സാമൂഹിക സാംസ്കാരിക ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു കർഷകൻ്റെ ഒരു മേലാംഗികൾ എനിക്ക് കിട്ടി. എല്ലാവരും പറയുന്നത്, എനിക്ക് അതിശയം സന്തോഷം ഇരിക്കുമ്പോൾ ഞാൻ കർഷകനാന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. അതാണ് എൻ്റെ ഇത്. ഒരു കർഷകനാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, സംഘാടകനാണ്, സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്, അതിലുപരി ഒരു കർഷകനാണ്. ഇതാണ് എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം. എല്ലാത്തിലും ഈ പറഞ്ഞതുപോലെയാണ്, ബഷീറിന്റെ ഒരു കടുത്ത ആരാധകനാവാനുള്ള എല്ലാ യോഗ്യതയും പ്രവൃത്തി കൊണ്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു ചെറിയൊരു ഗാന്ധിയൻ രീതിയിലേക്ക് വെച്ചാൽ സ്വന്തമായി ഉണ്ടാക്കുക. പക്ഷേ എല്ലാവരും സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല, എങ്കിലും പോലും ഈ പറമ്പിൽ എല്ലാ ഔഷധ ചെടികൾ, ഔഷധ ഗുണമുള്ള ഭക്ഷ്യ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഐറ്റം എല്ലാം, ചന്ദനം പോലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അതെല്ലാം ഉണ്ടാകണം. ഒരു പറമ്പിലേക്ക് വന്നാൽ എല്ലാം കിട്ടണം. അപ്പോൾ ധാരാളം പേർക്ക് മുള്ളാത്ത, മാങ്കോസ്റ്റീൻ, റംബൂട്ടാൻ പഴങ്ങളൊക്കെ കൊടുത്തു വിടുക, തൈകൾ കൊടുത്തു വിടുക. ഇവരുടെ പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ഞങ്ങളുടെ റോഡിൻ്റെ ഇരു സൈഡുകളിൽ ഞാനും ഡോക്ടർ പ്രീതനും ഒക്കെ മുൻകൈയെടുത്തിട്ട് ധാരാളം ചെടികളാണ് വെച്ചു. പ്ലാവൊക്കെ വെച്ചു. പ്ലാവുണ്ട്, മുള്ളാത്തയുണ്ട്, റംബൂട്ടാനുണ്ട്, മാങ്കോസ്റ്റീനുണ്ട്, ചാമ്പയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു ഇത് കാണിക്കുക. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ഒക്കെ. അതിപ്പോഴും ഞങ്ങൾ വെറുതെ നട്ടിട്ട് പോലും അല്ല, ഞങ്ങൾ എല്ലാ ഞായറാഴ്ച അതിൻ്റെ സംരക്ഷകരായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിലുപരി അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും, ദിനേശൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇതിനു വേണ്ടി നിൽക്കുക. ഓരോ നിമിഷം ദിനേശൻ ചേട്ടനും അവരുടെ ഭാര്യ ഷിബിയും അതുപോലെ കുമാരി എന്ന് പറഞ്ഞ കുമാരി ചേച്ചി, ഇവരും മനോഹരൻ ചേട്ടൻ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇവരിങ്ങനെ നിൽക്കുക. ദാമോദരൻ കരിയത്, അങ്ങനെ കുറേ പേരാണ്. ഞങ്ങൾ ടീമായിട്ട് നിൽക്കുക. കെ ഷാജി എന്ന് പറഞ്ഞ ഒരു സാമൂഹിക പ്രവർത്തകൻ, ഫ്രണ്ട്സ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞ ഞങ്ങൾ ഈ എന്താ പറയുക, മരങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാർ എന്നുള്ള രീതിയിലൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി. അതിന്റെ ഫ്രണ്ട്സ് ഓഫ് ട്രീസിന്റെ പേരിലാണ് ഇപ്പോൾ. അതിനെല്ലാം കാരണം വൈക്കമോ ബഷീറാണ്. ബഷീറും ഡോക്ടർ ഗംഗാധര സാറും. കാരണം അതാണ്, ഗംഗാധര സാറാണ്. ഗംഗാധര സാർ എപ്പോഴും ക്ലാസ്സിൽ പറയും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ 1 സെന്റാണെങ്കിലും 1 സെന്റിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും കൃഷി ചെയ്യണം. അത് നിങ്ങളെ പേശ ഏറ്റവും കൂടുതൽ ഹീമോയ്ക്കും റേഡിയേഷനൊക്കെ പകരം നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറികളും നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് രോഗിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തിൽ ഏറ്റവും ഇതൊക്കെ കാരണക്കാരൻ ഡോക്ടർ VP ഗംഗാധരനും എവിടെയൊക്കെ നമ്മളിവിടെ എവിടെയോ മറിഞ്ഞിരിക്കുന്ന വൈക്കമോ ബഷീറുമാണ്. ഡോക്ടർ പറയണ്ടായി, ചെറുപ്പത്തില് ബഷീറിന്റെ കൂടെ നടന്ന് അങ്ങാടിയിലൊക്കെ പോകുന്ന ഓർമ്മയുള്ള ആളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്.
ഒരാൾക്ക് ഒരാളെ ഇത്രമേൽ ആത്മാവിൽ ഉൾക്കൊണ്ട് ഒരു ഫാനായിട്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം തോന്നുമാറ്. അത് നമ്മളെ ഖദീജമ്മ സംസാരിച്ചപ്പോൾ പറയണ്ടായി. അതെ, ഇത്രയും കാലമായിട്ട് അതെ ആരാധന ഇത്രത്തോളം ഒരാളെ മനസ്സിൽ ഉൾക്കൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്നത്ര ഒരു ആരാധന അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ, ഓർമ്മകള്? ഞാൻ ബഷീർ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബഷീർ കൃതികളൊക്കെ വായിച്ചുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബഷീർ തലയിലപ്രഭുകാരനാണെന്ന് അറിയാം, അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടാണ് താമസിക്കണമെന്ന് എനിക്കറിയാം. അതിനപ്പുറമല്ലാതെ ഒന്നും ബഷീറിനെ കുറിച്ച് അറിഞ്ഞില്ല. പക്ഷേ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കോഴിക്കോട് ഒരു 2 മാസത്തെ ഒരു പരിശീലന പരിപാടിക്ക് പോകാൻ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അവിടെ എനിക്ക് പോകണമെങ്കിൽ അവിടെ ഒരു താമസ സൗകര്യം ഉണ്ടാകണം, അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ പോകാതിരുന്നതല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ സെലക്ഷൻ കിട്ടിയ വിവരം ബഷീറിൻ്റെ ഇളയ അനുജന്മാരായ അബൂക്കാരും ഞങ്ങൾ കുടുംബപരമായി ബന്ധം അങ്ങനെ വല്ല അടുപ്പം കൂട്ടുകാർ, അബുവിൻ്റെ മകനും ആയിട്ടുള്ള അടുപ്പം എനിക്ക് ഇവരുമായിട്ട് നല്ല അടുപ്പമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ കോഴിക്കോട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് പോകണം. അന്നേരമാണ് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങൾ ഇക്കാക്കയുടെ അടുത്തുണ്ടാവും, നീ അങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. പക്ഷേ ഇവരുടെ മനസ്സിൽ ഉദ്ദേശമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ കോഴിക്കോട് ചെന്ന് ട്രെയിനിങ് സ്ഥലത്ത് ഞാൻ ജോയിൻ ചെയ്തു. വൈകുന്നേരം അവിടുത്തുകാരോട് ചോദിച്ചു എങ്ങോട്ടാണ് ബേപ്പൂർക്ക് ഒക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ബേപ്പൂർ അവിടെ ചെല്ലുന്നു. ഇവരവിടെ ചെല്ലുന്നുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഇവരെ കാണുന്നു. കണ്ടു കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇവരെ പറഞ്ഞ് തന്നെ ചേട്ടത്തിയോട് വിളിച്ചു, ബഷീറിൻ്റെ വൈഫ് പാബി ബഷീറിനെ വിളിച്ചു. ചേട്ടത്തിയെ ഇതേ ഞങ്ങൾ പറഞ്ഞ ആൾ വന്നു. അപ്പോൾ വന്നു. അപ്പോൾ ഞാൻ ബഷീറിനെ അവിടെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ബഷീർ അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് മാങ്കോശം മരത്തിൻ്റെ ചോട്ടിൽ ഒരു ചാരുകസയിൽ ബഷീർ കിടക്കുക. ആരും ഒരാൾ വർത്താനം പറയാൻ ഇരിപ്പുണ്ട്, അതും അറിയുന്നില്ല, ആരാണെന്ന് അറിയില്ല. അന്നേരമാണ് വർത്താനം അവൻ്റെ പേരും ഒക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒരെണ്ണം ചായ്പ് മുറി എനിക്ക് താമസത്തിന് ഉണ്ടാകുമെന്നാണ്. നമുക്കത് അറിയില്ല ഇങ്ങനെയുള്ള സൗകര്യമൊക്കെ. എന്നാന്ന് വെച്ചാൽ അധികം പറയാം. അപ്പോൾ ചായ്പ് മുറിയിൽ ഇടയ്ക്ക് കൊണ്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് ഇവർ പോയി കേക്കനെ കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പം അവിടെ ഇരുന്നത് MD ആയിരുന്നു. അപ്പോൾ MD ആയിരുന്നു, നമുക്ക് MDനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ MD ആയിരുന്നുള്ളത് MD ആയിട്ടാണ്. അപ്പോൾ പരിചയപ്പെടുത്തി, ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നാണ്, ഇവൻ ഇവിടെ ഉണ്ടാകും കുറച്ച് ദിവസം. ആ സത്യം എനിക്കൊരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം ഞാനിവിടെ താമസ സൗകര്യമൊക്കെ ഇവർ, കാരണം എന്താ പറയാൻ കാരണം വെച്ചാൽ ഷാഹിനയുടെ മോളുടെ വീട് പണി നടക്കുക. അപ്പോൾ അവിടെ ഒരു സഹായത്തിന് ഒരാളെ വേണം. അങ്ങനെ കിട്ടുമ്പോൾ 2 മാസം ഇവരവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക്. അപ്പോൾ എനിക്ക് സംബന്ധിച്ചോളം വലിയ കാര്യമായിരുന്നു ആ ട്രെയിനിങ് കാലത്ത്. അപ്പോൾ എന്നോട് ഉമ്മച്ചി പറഞ്ഞു, അപ്പോൾ അനീസ് ബഷീറിൻ്റെ മോന് പാലക്കാട് NSSൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ട് അവനവിടെയാണ്. ചൈനത്തടം മകൻ മുല്ലും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ചൈനത്തെ ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു, ട്രെയിനിങ് സ്ഥലത്ത് ചെന്നിട്ട് ഒരു കാരണവശാലും ഇവിടെയാണ് താമസിക്കുന്നത് പറയരുത്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ഉള്ളവരൊക്കെ ഈ കാണാൻ വരുമ്പോൾ ടാറ്റയ്ക്ക് അത് ഇഷ്ടമില്ല, അത് വരും. അപ്പോൾ വേറൊന്നുമല്ല, ബുദ്ധിമുട്ട് അതായിരിക്കുന്നത്. അതിൽ ഞാനത് ട്രെയിൻ സ്ഥലത്ത് ആയിരുന്നു. പക്ഷേ PP ഉമർ ഫൈസാർ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് വീട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ഗമയിൽ പറഞ്ഞു തലയോലപ്പുറം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പെട്ടെന്ന് ആ സുൽത്താന നാട്ടുകാരനാണ്. അപ്പോഴാണ് ഞാൻ അവിടെയാണ് നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അറിവ് മാത്രമായിരുന്നു. ഏതായാലും അവിടെ നിന്നു ആ താമസം ശനി ഞായറും ഒക്കെ അവധി ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ റേഷൻ കടയിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, ട്രഷറി പോയിട്ടുണ്ട്, മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം സഞ്ചിയായിട്ട് ഞാൻ പുറകെ പോകും, അദ്ദേഹം മുമ്പേ പോകും. അപ്പോൾ അതുമൊക്കെ. പക്ഷെ അന്നൊന്നും നമുക്ക് ഈ പറഞ്ഞു പറഞ്ഞ ബഷീറിൻ്റെ ഇത്ര വലിയ മഹത്വം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ വീട്ടിലെ അവിടെ എന്നെ സംബന്ധിച്ചോളം അവിടെ താമസവും ഭക്ഷണം കിട്ടുക എന്നപ്പുറമല്ലാതെ എനിക്ക് അതിനകത്തില്ല. പക്ഷെ പിന്നീട് ഞാൻ അവിടെ 2 മാസം അവിടെ ഞാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ഒരു ചൈനത്തൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അപ്പോൾ ഒരു പോരും സമയത്തൊക്കെ എനിക്ക് വലിയ ഒരു പ്രശ്നം, അതുപോലെ ഒന്നിച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റാത്ത പ്രയാസത്തിലാണ് ഞാൻ തിരിച്ചു പോരുന്നത്. പിന്നെ അതിനുശേഷം ബഷീറിനെ കാണുന്ന ഒരു കോട്ടയത്തെ DC ബുക്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം കാർ മാർഗം വന്നപ്പം തലയോലപ്പുറമിൽ പാത്തുമ്മേനെയും ആ വീട് കുടുംബമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. പക്ഷെ ഇറങ്ങിയിരുന്നില്ല, കാരണം നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു. പാത്തുമ്മേനെയും റോഡിൽ നിന്ന് കാറിൽ ഇട്ടുകൊണ്ട് ഇരുന്ന് കണ്ടു, അബൂക്കാനെയും അബ്ദുൽ ഖാദറിനെയൊക്കെ കാറിൽ ഇരുന്ന് കണ്ടു. അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് ബഷീറിനെ കാണാൻ കോഴിക്കോട് പോവുകയും ചെയ്തിരുന്നില്ല. പിന്നെ 94 മരിച്ചതിന് ശേഷം അദ്ദേഹം അതുപോലെയാണ് വെളുപ്പിനെയാണ് മരിക്കുന്നത്. അതുപോലെ പത്രങ്ങളും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് അന്ന് ദൂരദർശനിൽ മാത്രമേ വാർത്തയുള്ളൂ, ആകാശവാണി റേഡിയോയും വാർത്തയുള്ളൂ, പത്രമൊക്കെ. അപ്പം അവർ DC ബുക്സിൽ നിന്ന് ഈ അനുജന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി കാറ് വരുമ്പോഴാണ് എന്നോട് തന്നെ വഴി ചോദിക്കുന്നത്, ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുജന്മാർ താമസിക്കുന്ന വീട്ടിലേക്ക്. അപ്പം ഞാൻ ഡ്രൈവറോട് ചോദിച്ചു എന്താ വിശേഷം, അത് ബഷീർ മരിച്ചു. അപ്പോഴാണ് ഇത് അറിയണത്. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞു വെച്ചാൽ 7:30-8 മണിയൊക്കെ ആയി. അപ്പോൾ അവരെ ഞാൻ വീഡിയോ കൊണ്ടേ കാണിച്ചു, അവർ പോകും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് അന്നേരം പോലും. പിന്നെ ഞാൻ അത് എല്ലാവരും അവിടെ ചെന്ന് വ്യാപാരി വ്യവസായിയോടും അവിടുത്തെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന EK രാധാകൃഷ്ണനോടൊക്കെ വിവരം പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യുക, അങ്ങനെ അവരാണ് ഒരു മൈക്കൊക്കെ വണ്ടി അനൗൺസ്മെൻറ്റ്, അതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ അനൗൺസ്മെൻറ്റ് നടത്തി. ബഷീറിൻ്റെ മുഴുവൻ കൃതികളുടെ പേര് പോലും പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലും തെറ്റാണെന്ന് പോലും അവർ പറഞ്ഞ് എനിക്കറിയില്ലല്ലോ. കാരണം ഞാൻ കുറച്ച് പേപ്പറിലൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ ബഷീർ അന്തരിച്ച വിവരം വ്യസന സമയത്തെ അറിയിക്കുമെന്നും പറഞ്ഞ് വൈകുന്നേരം
ഞങ്ങൾ അനുശോചനം നടത്താനും മൗനേതം നടത്തി ഞങ്ങൾ 12 പേരാണ്. പക്ഷേ അനുശോചനത്തിൽ പ്രസംഗിക്കാൻ ഒരു 10-20 പേരുണ്ടായിരുന്നു. ഏതായാലും അന്ന് അതങ്ങ് കഴിഞ്ഞു. പിന്നീട് ബഷീറിൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആരും താല്പര്യം എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം പലരും കൊണ്ട് പറഞ്ഞു നമുക്കിത് മുന്നോട്ട് പോകണം. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ആ വർഷം തന്നെ ഒരു ബഷീർ അനുസ്മരണ സമിതി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. പക്ഷെ 1-ാം വർഷം വന്നപ്പോൾ ഞാൻ പല വാതിലും മുട്ടി ഒന്നും നടത്താൻ. പക്ഷെ ആരും തയ്യാറായില്ല, ആർക്കും താല്പര്യമില്ലാതെ. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞാൻ അബൂക്കാട് ഇത് പറഞ്ഞു, അപ്പോൾ 1-ാം വർഷം വരുവാണല്ലോ, നമുക്കെന്താ, ഞങ്ങളെല്ലാവരും കോഴിക്കോട് പോകും, അവിടെ DC-യുടെ സമ്പൂർണ്ണ കൃതി ഇറങ്ങിയാണ്, അപ്പോൾ ഞങ്ങളോടൊക്കെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് DC കിഴക്കേമുറി ഉള്ളപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മാർഗം. ഓർക്കം എന്ന് പറഞ്ഞു വിഷമിക്കണ്ട. എൻ്റെ വിഷമം കണ്ടപ്പോൾ അബൂക്ക പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് കിളിരി രാധാകൃഷ്ണനെ കാണാം. അങ്ങനെ കോട്ടയത്ത് DC ബുക്സിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് ചെന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ ഇല്ല, അദ്ദേഹം അവധിയാണ്. ഉടനെ അവിടുന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിളിരി ഞാനും ഉപയോഗിക്കാൻ ചെന്നു. അപ്പോൾ എന്നോട് രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, അയ്യോ ഞാനും ഒക്കെ പോവുകയാണ് ഷാജി. ഞാൻ പറഞ്ഞു തലവേപ്പറമ്പിലൊരു അന്ന് ഒരു ജൂലൈ 5-ന് മീറ്റിംഗ് നടത്തണം, എനിക്കൊരാളെ തരണം, എനിക്കിതൊന്നും അറിയില്ല, ഞാനാണെങ്കിൽ ഇതൊന്നും വായിച്ചിട്ട് അപൂർവം. അപ്പോൾ വിഷമം. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം വിഷമിക്കേണ്ട, പാലായിൽ വെട്ടൂർ രാമൻ നായരുണ്ട്, ബഷീറുമായിട്ട് ഒന്നിച്ച് ജയിലിലൊക്കെ കിടന്നിരുന്ന. അതുകൊണ്ട് ഞാൻ അബൂക്ക നേരെ തലവേപ്പറമ്പ് പോകുന്നു, ഞാൻ നേരെ പാലായിക്കും പോകുന്നു. അവിടെ പോയി അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. കാരണം ബഷീറിൻ്റെ മരിച്ചപ്പോഴൊന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെയാണ് ആ 1-ാം വർഷം മുതൽ ഞങ്ങൾ കുറച്ച് പേര് മുൻകൈയെടുത്ത് അങ്ങ് തുടങ്ങി വന്നു. ആ പരിപാടികൾ പിന്നീട് ഓരോ വർഷവും ഞങ്ങൾ കാരണം അത് ബഷീർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജൂലൈ 5 എന്നിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ വ്യക്തിപരമായി ഞങ്ങളൊരു കൂട്ടായ്മ, അത് പിന്നെ ഞങ്ങൾ ബഷീർ സ്മാരക സമിതി എന്ന് പറയുന്ന ആ അനുസ്മരണ സമിതി സ്മാരക സമിതിയായിട്ട് മാറി. അത് ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കും പിന്നെ കുറേ ആളുകൾ കൂടട്ടായി. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഈ വർഷത്തിലെ ഈ ഒരുക്കം ആ സമയത്താണ് ഈ ബഷീറിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായി. കാരണം നമുക്കറിയാം ആദ്യകാലങ്ങളിൽ പുസ്തകം നിങ്ങൾക്ക് വായിച്ചറിയാം ജനുവരി 19. അപ്പോൾ ജനുവരി 21, 19 തർക്കമുണ്ട്. പക്ഷെ ബഷീർ എഴുതുന്നുണ്ട് എൻ്റെ ഇന്ന് ജന്മദിനമാണ്, മകരമാസം 8-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോഴാണ് ഈ ബഷീറിൻ്റെ ജന്മദിനത്തെ ഒന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മുടെ ഡോക്ടർ M.A. റഹ്മാൻ മാഷും നമ്മുടെ കാരശ്ശേരി മാഷും സാനു മാഷും ഒക്കെ മുങ്ങിയെടുത്തു. അങ്ങനെ ഇപ്പോൾ ബഷീറിൻ്റെ കളിക്കൂട്ടുകാരനായ തളിയാക്കൽ മത്തംകുഞ്ഞ് ജനിച്ചതിൻ്റെ മുമ്പോ പിമ്പാണ് ഉമ്മ എന്നെ പെറ്റതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തളിയാക്കൽ മത്തംകുഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ പറഞ്ഞു മണവന്നം പള്ളിയിൽ മാമോദിസ രജിസ്റ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏതായാലും ഈ സാനു മാഷ് പറഞ്ഞു അവിടം വരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പാലാങ്കടവിലെ കടത്തുവെള്ളമൊക്കെ കയറി ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ആ പള്ളി ചെന്നപ്പോൾ പെട്ടെന്നൊന്നും രജിസ്റ്റർ എടുക്കാൻ പറ്റിയല്ലോ. ഏതായാലും അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ പോകും, ഈ പയ്യൻ ഒന്ന് വരും, അതുകൊണ്ട് ഈ പയ്യനെ എടുത്ത് കൊടുത്താൽ മതി, അതൊന്ന് കിട്ടണം എന്ന് പറഞ്ഞു. ഏതായാലും അന്ന് അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും, അങ്ങനെ സാനുമാഷല്ലേ നേക്കണം, അപ്പോൾ തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞു. ഞാൻ 1-1.5 ആഴ്ച സൈക്കിളിലൊക്കെ ചെന്നെങ്കിലും പിന്നീട് അവിടുത്തെ ഫയൽ തപ്പി ഇത് കിട്ടിയ ഒരു ഫോട്ടോ. അന്ന് ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നു. ഞാൻ പിന്നീട് സാനുമാഷിൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്തു. അപ്പോൾ അതിനകത്ത് അപ്പോഴും എനിക്ക് അറിയില്ല. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തളിയാക്കൽ മത്തംകുഞ്ഞി ജനിച്ചേക്കുന്നത് 908 ജനുവരി 20. അപ്പം മുമ്പോ പിമ്പാണ്. പക്ഷേ ബഷീർ പറയുന്നുണ്ടെന്ന് മകരമാസം 8-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അങ്ങനെ ആയപ്പം 908 ജനുവരി 21 ബഷീറിന് ജന്മദിനം വന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അന്ന് കാരണം ബഷീർ പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റുകളെല്ലാം, കാരണം ബഷീർ ഇങ്ങനെ ഊരുകണ്ടാൻ പോയല്ലോ, അപ്പോൾ ഇതൊന്നും സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നുപോയതല്ല, സ്കൂളിൽ പിന്നെ അത് മുഹമ്മദിയം സ്കൂളായിരുന്നു. പിന്നീട് സർക്കാർ ഏറ്റെടുത്തു, തിരുവിതാംകൂർ ഗവൺമെൻറ് സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ ആദ്യകാലങ്ങളിലുള്ള രജിസ്ട്രേഷൻ നമ്മുടെ സൂറായും മജീദും ഒക്കെ പഠിച്ച ആ രജിസ്ട്രേഷനുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരോടൊപ്പം പഠിപ്പിച്ച പുതുശ്ശേരി നാരായണുള്ള സാറും മൺമറഞ്ഞു. അപ്പോൾ ഒരു രീതിയിലും ബഷീറിൻ്റെ ജന്മദിനം കണ്ടെത്താൻ പ്രയാസം വന്നു. പക്ഷേ ഈ തളിയാക്കൽ മത്തംകുഞ്ഞിൻ്റെ ഈ മണവന്നം പള്ളിയിൽ നിന്ന് കിട്ടിയ ആ മാമോദിസ രജിസ്റ്ററാണ്. പിന്നീട് നമുക്ക് ശ്രദ്ധിച്ച് കാണാം, പിന്നീട് ഇറങ്ങിയ എല്ലാ പ്രസിദ്ധീകളും ബഷീറിൻ്റെ ജന്മദിനം ജനുവരി 21 പറഞ്ഞേക്കണം. അപ്പോൾ അങ്ങനെ ആ ജനുവരി 21 നമ്മൾ ഏറ്റെടുത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ ജനുവരി 21 പിന്നെ ബഷീർ ജന്മദിനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇതെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ ജന്മദിനവും ചരമദിനവും ഞങ്ങൾ ആചരിക്കാൻ തുടങ്ങി. ആ ആചരണം തുടർച്ചയായി വന്നു കഴിഞ്ഞപ്പോൾ കുറേ നമ്മുടെ തലയിലപ്പുറം ദേവസ്വം ബോർഡ് കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് നല്ല അധ്യാപകർ ഇതിന് സഹായകമായിട്ട് വന്നു. പിന്നെ കിളിരു രാധാകൃഷ്ണൻ സാർ അദ്ദേഹം DC ബുക്സിൽ നിന്നൊക്കെ വിരമിച്ച് വിശ്രമമായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും പൂർണ്ണമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ഡോക്ടർ പ്രീതനും ഒക്കെ, കാരണം അദ്ദേഹം ആയുർവേദവും അദ്ദേഹത്തിന് ചില സ്വകാര്യത മാത്രമായിരുന്നു, ഒരിക്കലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ഡോക്ടർ പ്രീതൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. പക്ഷെ അദ്ദേഹം ആ മുറിയിൽ മാത്രമാണ് ഈ ഒതുങ്ങിയിരുന്നത്. കാരണം ഇത് ആരും പറയും. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞു എന്നോടൊപ്പം കൂടണം, അല്ലെങ്കിൽ എന്നോട് ഓർമ്മ. പക്ഷെ പിന്നീട് വന്നപ്പോൾ നമ്മൾ പ്രീതൻ ബഷീറിനേക്കാൾ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടാണ് പിന്നെ വരാൻ തുടങ്ങുന്നത്. അതാണ് നമുക്ക് കിട്ടിയ ഒരു സംഭവം. പിന്നെ ഞങ്ങളുടെ ഒരു വലിയ ടീം വർക്ക് തന്നെ അങ്ങനെ വന്നു. ഞങ്ങൾ പിന്നെ ആ സമയത്താണ് ഈ ബാല്യകാല സഖി
സിനിമ ആക്കണമെന്ന പ്രമോദ് പയ്യന്നൂരിൻ്റെ വലിയൊരു ആഗ്രഹം. അദ്ദേഹം ഈ ദൗത്യമായിട്ട് തലയോലപ്പറമ്പിലും വിവിധ പ്രദേശങ്ങളിലും ഒക്കെ നടന്ന് ഈ കഥാപാത്രങ്ങളെല്ലാം കാണും, ഇവിടുത്തെ സംസാര രീതികൾ, സംസാര ഭാഷകൾ എല്ലാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഇവിടെ തമ്പടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ജന്മദിനവും ചരമദിനവും മാത്രമല്ലാതെ ബഷീറിനെ എന്നും ഓർമ്മിക്കാൻ ഒരു സംവിധാനം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം, കൂടെ ഉണ്ട്. അമ്മ അങ്ങനെയെല്ലാം ആലോചിച്ച് പറഞ്ഞു നമുക്കൊരു പ്രതിമാസ പരിപാടി നടത്താം. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ആളെ കിട്ടുമോ, നമുക്ക് നടത്തി നോക്കാം. അപ്പോൾ പ്രമോദും ഉണ്ട്, ഡോക്ടർ യു ശാമില ടീച്ചറുണ്ട്, ക്ലിരു രാധാകൃഷ്ണൻ സാറുണ്ട്. അങ്ങനെ പറഞ്ഞു ഒരു കാര്യം വേണ്ടിക്ക് നമുക്ക് ശ്രേഷ്ഠഭാഷ പദവി മലയാളത്തിന് കിട്ടിയല്ലോ, അപ്പം നവംബർ 1 തന്നെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാറേ, എൻ്റെ സ്കൂളിൽ തന്നെ ആദ്യം അങ്ങ് തുടങ്ങാം. അങ്ങനെ നവംബർ 1 അന്ന് സ്കൂൾ അവധിയായിരുന്നു. പിന്നെ തുടർന്ന് പ്രവർത്തിച്ചത് നവംബർ 4 നവംബർ 4 തലയിലപ്പുറം AJ മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് ഈ ബഷീർ സാഹിത്യ കൂട്ടായ്മയ്ക്ക് തുടക്കം വെച്ചു. പക്ഷേ അത് വെക്കുമ്പോഴും ഞങ്ങൾക്ക് പേരൊന്നുമില്ല, ഒരു സാഹിത്യ കൂട്ടായ്മ. പക്ഷേ അത് കഴിഞ്ഞ് 2ാം സാഹിത്യ കൂട്ടായ്മ വന്നപ്പോൾ പ്രീതനൊക്കെ എല്ലാവരും പറഞ്ഞു നമുക്കൊരു പേര് വേണ്ടേ. ഞാൻ ഇവിടെ വെക്കുമ്പോൾ വെച്ച് തന്നെ ഫോണിൽ MD വിളിച്ചു, സാറേ ഗുരുവിൻ്റെ ഇങ്ങനെ ഓർമ്മകളൊക്കെ നാട്ടിൽ നിലനിർത്തണം, അതുകൊണ്ട് ഒരു എന്തെങ്കിലും പേര് വേണം. അതിനെന്താ അമ്മ മലയാളം എന്ന് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ പ്രതിമാസ അമ്മ മലയാളം എന്ന് പറഞ്ഞിട്ടപ്പം ഞങ്ങൾ 2ാമത്തെ നോട്ടീസ് ശ്രദ്ധിച്ചറിയാം, ഞങ്ങൾ അമ്മ മലയാളം എന്ന് പറഞ്ഞ് മാത്രം നോട്ടീസ് ഇറക്കി. അപ്പോൾ ഇത് കണ്ട ക്ലിരാദാസൻ പറഞ്ഞു അത് പോരാ, അതിൻ്റെ മുകളിൽ ബഷീറും കൂടി ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ബഷീർ അമ്മ മലയാളം അത് 2, 3, 4 അങ്ങനെ എപ്പോഴാണ് പ്രീതനൊക്കെ പറഞ്ഞത് നമ്മൾ നടത്തുന്നത് ബഷീർ അമ്മ മലയാളം എന്താണെന്ന് അറിയണ്ടേ. അതിൻ്റെ അടിയിൽ സാഹിത്യ കൂട്ടായ്മ. അങ്ങനെ ഞങ്ങൾ 3-4 പ്രാവശ്യം കൊണ്ട് പിന്നെ അവസാനം ഇപ്പം വൈക്കത്തെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയായിട്ട് മാറി ഈ ബഷീർ അമ്മ സാഹിത്യം. പിന്നെ അങ്ങനെ ആ പരിപാടി വന്നപ്പോഴാണ് ഈ പ്രമോദ് നിർദ്ദേശം വെച്ചു നമുക്ക് മുതിർന്ന എഴുത്തുകാരെ നമ്മൾ ആദരിക്കണം. ബഷീറിൻ്റെ പേരിൽ വിദേശത്തടക്കമുള്ള പല സ്ഥലത്തും ചെറിയ സംഘങ്ങളൊക്കെ ബഷീർ അവാർഡുകൾ കൊണ്ടു. അതുകൊണ്ട് ബഷീർ അവാർഡ് വേണ്ട, നമുക്ക് ബഷീറിൻ്റെ കൃതി എടുത്തേക്കാം. അങ്ങനെയാണ് ബാല്യകാല സഖി പ്രമോദ് സിനിമയാക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ബഷീറിൻ്റെ പേരിൽ മുതിർന്ന എഴുത്തുകാർക്ക് മലയാളത്തിനോട് ജന്മനാട് കൊടുക്കുന്ന ബഷീർ ബാല്യകാല സഖി പുരസ്കാരം നമ്മൾ കൊടുക്കുന്നു. ആ വർഷം നമ്മൾ ചെമ്മനം ചാക്കോ സാറിന്, അദ്ദേഹം തലയോല നാട്ടുകാരനാണ്, വൈക്കംകാരനാണ്, അതുകൊണ്ട് ചെമ്മനം ചാക്കോ സാർക്ക് ആദ്യത്തെ അവാർഡ് കൊടുക്കുന്നു. അങ്ങനെ ആ ബഷീർ ബാല്യകാല സഖി പുരസ്കാരം തുടങ്ങി. പിന്നീട് ഈ അമ്മ മലയാളം കൂടി നിൽക്കുന്നതോടൊപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് അതോടൊപ്പം തന്നെ അമ്മ മലയാളത്തിൻ്റെ പേരും പുരസ്കാരം ഏർപ്പെടുന്നു. അത് ഞങ്ങൾ ഈ പേരിടിച്ച് പ്രമോദ് പയ്യന്നൂർ ആദ്യം അത് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് വരുന്ന ആ നമ്മുടെ പുരസ്കാരം, ഈ ബഷീറിന് പേര് കിട്ടുന്ന പുരസ്കാരം പിന്നെ വാങ്ങിയവരെല്ലാം വളരെ പ്രശസ്തരായിരുന്നു. അപ്പോൾ അവരെല്ലാവരുടെയും പിന്തുണയവരും. പിന്നെ ഈ സാഹിത്യ കൂട്ടായ്മ തലയോലപ്പുറമിൻ്റെ വൈക്കത്തിൻ്റെയൊക്കെ, കാരണം അമ്മ മലയാളം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പിന്നെ അമ്മ മലയാളം എന്നായി. കാരണം അമ്മ മലയാളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അവർ വരുക, അവിടെ എല്ലാവർക്കും പങ്കാളിത്തങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പരിപാടിക്ക് വിജയ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംഘാടകരെല്ലാവരും പുറത്തായിരിക്കും, വരുന്നവരാണ് ഞങ്ങളുടെ അതിഥികൾ. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഓരോരുത്തരും വരാൻ താല്പര്യം കാണിച്ചു. സാധാരണ നമുക്കറിയാം മീറ്റിങ്ങിൽ ചെന്നാൽ ആ സംഘാടകർ കയറി വേദിയിലൊക്കെ അങ്ങ് ഇരിക്കും, അപ്പോൾ വന്നവനാ. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഞങ്ങളെല്ലാം പുറത്ത് നിൽക്കും. അപ്പോൾ ഈ വരുന്നവർക്ക് എല്ലാവർക്കും അവസരം കിട്ടുന്നതുകൊണ്ടും അവർക്കൊക്കെ അവരുടെ സാഹിത്യ ഇതൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ വേദി കിട്ടിയപ്പം ഇതിന് ഭയങ്കര കൂട്ടായ്മയാണ്. പിന്നെ മാസത്തിൽ തുടങ്ങിക്കൊണ്ടിരുന്ന പലരും പറഞ്ഞ് ഇത് ആഴ്ച വേണമെന്നായി. അപ്പം നമുക്കിത് പ്രായോഗിക ബുദ്ധിമുട്ടാണല്ലോ, പുറത്തേക്ക് ഇരിപ്പിടമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് സ്കൂളിൽ അവിടെ തലയപ്പുറം ഗവൺമെൻറ് UP സ്കൂളിൽ തന്നെ ഞങ്ങൾ സൂറ മജീദ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് മുറിന് പേരക്കിയിട്ട്, പക്ഷേ അവിടെ എല്ലാം ആ ക്ലാസ് മുറിയല്ല, കാരണം ബസ് സ്റ്റാൻഡായിരുന്നു, പൊളിച്ചു. എങ്കിലും ഞങ്ങളത് മജീദ് സൂറ ക്ലാസ് മുറിയിൽ നിട്ടു. അപ്പോൾ സ്കൂളുകാർക്കും അത് വലിയൊരു, അപ്പം ഞങ്ങളെ സ്കൂളിൻ്റെ ബഷീറിൻ്റെ പ്രാഥമിക വിദ്യാലയം എന്നുള്ള ഒരു പേര്. അപ്പോൾ സ്കൂളിലെ PTA അടക്കമുള്ളവർക്കൊക്കെ ഇത് പറ്റിയല്ല, അവരവിടെ നിന്ന് ഇറക്കണം. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ അവിടുന്ന് ഈ ബഷീർ തെരുവിലേക്ക് ഇറങ്ങി പുസ്തക കച്ചവടം നടന്നു പോലെ ഞങ്ങളെ ഈ ബഷീർ ആരാധകരും കൂടി ഈ സ്കൂളുകാരെടുത്ത് പുറത്തേക്കാൻ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഒരു ഇരിപ്പിടവും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വഴിയാധാരായി. ബഷീറും അങ്ങനെയായിരുന്നല്ലോ, എറണാകുളത്തെ ബോട്ടിയെട്ടിൽ നിലത്തിരുന്നാണ് ബഷീർ പുസ്തകങ്ങൾ വിറ്റത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യമുണ്ട്, കാരണം ബഷീർ പുസ്തകം തെരുവിലിരുന്നാണ് വിറ്റം. അപ്പം നമ്മൾ തെരുവിലേക്ക് എന്നുള്ളത് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾക്ക് പിന്നൊരു ഭാഗ്യം കിട്ടിയത് ബഷീർ 4 വർഷത്തോളം കുടുംബമായിട്ട് താമസിച്ച, ബഷീർ പണിത് താമസിച്ച തലയിലപ്പുറം ഫെഡറൽ ബാങ്കിൻ്റെ മിറ്റം ഞങ്ങൾക്ക് കിട്ടി. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ കൂടിക്കോളാൻ പറഞ്ഞു. ഇവിടെയൊക്കെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടായി. അപ്പോൾ ഒരു ബഷീറും കൂടി, അപ്പം ഞങ്ങൾ മാത്രമല്ല ബഷീറും ഉണ്ട് അപ്പോൾ അവിടെ. കാരണം ഞങ്ങൾ ഈ അവിടെ ഇരിക്കുമ്പോൾ ബഷീർ കസേര ഇരിപ്പുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ബഷീറിന് ഞങ്ങളെ കാണാമായിരുന്നു. അതായിരുന്നു, കാരണം ബഷീർ അവിടെ ഇരിക്കുന്നതായിട്ടായിരുന്നു എല്ലാവർക്കും. ഈ അടുത്ത ദിവസം ബാല്യകാലസഖിയുടെ 80ാം വർഷം കനത്ത മഴ നടത്തിയപ്പോഴും ബഷീർ അവിടെ ഇപ്പോൾ സൂറ മജീദും കൂടിയൊക്കെ എവിടെയോ അവിടെ ഉള്ളതുപോലെയായിരുന്നു. കാരണം വന്നവരെല്ലാവരും അവരുടെ പ്രണയങ്ങൾ പറയുക. സൂറയുടെയും മജീദിൻ്റെ പ്രണയം അല്ല പറയുന്നത്, ഈ പ്രീതനടക്കം പ്രീതിന് പ്രണയം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞ, പക്ഷെ പ്രീതനടക്കമുള്ള ആളുകളും ക്യാമ്പസിലെയും അവിടുത്തെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രീതൻ്റെ കൂട്ടുകാരനെ പ്രണയിച്ച കഥയും എന്ന് വേണ്ട, അതുമെല്ലാം അവരുടെ ഒരു ഓർമ്മകൾക്കിലേക്ക് നമുക്ക് ബാല്യകാലസഖി കൊണ്ടുവരാം. അപ്പം ഞാൻ പറയാം, അങ്ങനെ വന്ന് ഞങ്ങളിപ്പോൾ ആ കോവിഡ് കാലത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടായത്.
അപ്പോൾ കോവിഡ് കാലത്ത് ബ്രേക്ക് വന്നപ്പം നമുക്കറിയാം കൂട്ടാൻ നടത്താൻ പറ്റില്ല. പക്ഷെ പിന്നീട് എൻ്റെ പറഞ്ഞോളൂ ഞാൻ പിന്നീട് ഈ സംവിധാനം അങ്ങ് മാറി. ഈ ബാല്യകാല സഖി പുരസ്കാരത്തിനും അമ്മ മലയാള പുരസ്കാരത്തിനൊക്കെ ഒന്നിനൊന്ന് മെച്ചങ്ങൾ സഹായിക്കാനും പ്രവർത്തിക്കാനും ആളുകൾ നേരെ. ഏതായാലും ഇതിനിടയ്ക്കൊക്കെ ഈ ഇതുമായിട്ട് നടക്കുന്നത് കൊണ്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, ഞാനും ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഞാനും വ്യക്തിപരമായി ബഷീറിൻ്റെ കുറേ ബഷീറിനെ കുറിച്ചുള്ള കൃതികൾ അത് എവിടെ നിന്നെല്ലാം കിട്ടാവുന്നത്ര ശേഖരിക്കാനും ചെറുതും വലുതുമായ ലേഖനങ്ങൾ, മാസികകൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഫോട്ടോസുകൾ ഇതെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ വീട്ടിൽ ഇതൊക്കെ സൂക്ഷിക്കാൻ സംവിധാനമില്ല. അങ്ങനെ അപ്പം വീട് പണിതപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു മുറി ഇതിനായിട്ട് മാറ്റിവെക്കാമെന്ന്. അങ്ങനെ ആ മുറിയിൽ ഇന്ന് അതുപോലെ വിവിധ ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന ബഷീർ കൃതികൾ, ബഷീർ സമ്പൂർണ്ണം, അങ്ങനെ എല്ലാം എന്തും ബഷീർ മയത്ത്. അപ്പോൾ ആര് വന്നാലും ഈ PhD എടുക്കാൻ വരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഈ ബഷീറുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ബേപ്പൂരി ചെല്ലുന്നു, അനീഷ് ബഷീറിനെ കാണും, ഷാഹിനത്തെ കാണും. അവിടെ ചോദിക്കുകയാണെങ്കിൽ മാഡം ഞങ്ങൾക്ക് നാട്ടിൽ ചെന്നാൽ ഒരാളെ കാണാം. ഉടനെ അവർ പറയും നിങ്ങൾ ഷാജിമോനെ കണ്ടാൽ മതി. അത് ഷാജിമോനെ ഒന്നും വേണ്ട, അദ്ദേഹം അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, കണ്ടാൽ മതി, എല്ലാ കാര്യം ചെയ്യാം. അപ്പോൾ ഏറെ ആളുകൾ, ഇപ്പോൾ നിങ്ങൾ വന്ന പോലെ തന്നെ ഏറെ ആളുകൾ വീട്ടിലേക്ക് പോയി. ഒത്തിരി ആളുകൾ പുസ്തകമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുന്നത്. അതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കി. കാരണം അന്നും പറഞ്ഞു പുസ്തകം കൊടുത്താൽ ഈ ഒരാളുടെ പിണങ്ങാൻ നമുക്ക് പുസ്തകം കൊടുത്താൽ മതി. പണം കൊടുത്താൽ പിന്നെ നമുക്ക് പക്ഷെ പുസ്തകമല്ല, പുസ്തകം വേറെ കിട്ടില്ല. ഞാനിപ്പോ നിങ്ങൾ എൻ്റെ ഇരിക്കുന്ന ഈ ബഷീറിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും പുറത്ത് കിട്ടുന്നില്ല. നമ്മൾ ഈ ഓരോ പുസ്തകമേളയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ നടന്നു കിടന്ന് എവിടെയെങ്കിലും ഇങ്ങനെ. കഴിഞ്ഞ ദിവസം പോലെ നിയമസഭയുടെ പ്രോഗ്രാം നടന്നപ്പോൾ ഞാൻ അവിടുത്തെ പുസ്തകശാല ഇങ്ങനെ നടക്കുക, എവിടെയാണ് ആരാണ് എഴുതിയേക്കണത് അതിലിങ്ങെടുക്കും. അങ്ങനെയാണ് നമ്മൾ പല സ്ഥലത്തുനിന്നും കിട്ടുന്നത്. കോട്ടയത്ത് നടന്ന പുസ്തകമേളയിലും അങ്ങനെ ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകമേളയിലൊക്കെ നടന്നാണ് ഇത് ശേഖരിച്ച്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് പുസ്തകം പലരും വാങ്ങിയിട്ട് തിരികെ തരാത്തൊരനുഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് എത്ര പിണങ്ങിയാലും കൊള്ളാം, പുസ്തകം കൊടുക്കില്ല, കൊടുക്കുള്ളൂ. അതുകൊണ്ട് പല ഇപ്പൊ പ്രീതം ചോദിച്ചാലും പ്രീതം ചോദിക്കും. അപ്പോൾ ഞാൻ പ്രീതോട് പറഞ്ഞിട്ട് വരികയല്ലേ. അപ്പോൾ പ്രീതോട് പറയാണ് പ്രീത അത് ഇല്ല, ആ പുസ്തകം ആളാരെങ്കിലും കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ അങ്ങനെ ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ട്. എന്നു വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ പുസ്തകം ഇപ്പൊ കിട്ടാനില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വേറൊരു കോപ്പി ഇല്ല. അപ്പൊ ഇത് വിലപിടിപ്പുള്ള സാധനമാണ്. ഇതിന്റെ വില എന്നാന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഇത് വില നിങ്ങൾക്ക് അറിയാവുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നു ഇത്രയും കളക്ഷൻ ഉണ്ടോ. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു ഞങ്ങളുടെ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പൊ പ്രീതൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ മലയാളത്തിനൊന്നും പ്രീതൻ ബ്രേക്കാണ് പ്രീതനെ. കാരണം പ്രീതൻ മാത്രമല്ല, അതുപോലെ എല്ലാ ആളുകളും ഇപ്പോൾ കിളിരാധാർ സാർ ഇത്ര പ്രായമായെങ്കിലും ഡോക്ടർ പോൾ മണൽ സാറും അതുപോലെ കോളേജിലെ ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപകരാണ് ഷംലി ടീച്ചറും, ഷംലി ടീച്ചർ ഏജൻ സ്കൂളിലെ അധ്യാപികയാണ്. അതുപോലെ ലാൽ ടീച്ചറും അമ്പി ടീച്ചറും ഒക്കെ ഒരു ടീമായിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഇഗ്നോയുടെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ VT ജലജകുമാരി, അതുപോലെ മോഹൻ ഡി ബാബു, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനാണെങ്കിൽ സജീവമാണ്. അതുപോലെ ടോമി കല്ലാനി രാഷ്ട്രീയ പ്രവർത്തനമാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഇതിന് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഞങ്ങളുടെ ജാതി മതവും രാഷ്ട്രീയം ബഷീറാണ്. ഞങ്ങളുടെ ജാതി ഏതാ ബഷീർ, ഞങ്ങളുടെ രാഷ്ട്രീയം ഏതാ ബഷീർ, ഞങ്ങളുടെ മതം ഏതാ ബഷീർ. അപ്പൊ ബഷീർ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതെല്ലാവരും ഇതിന്റെ അവകാശികളായി മാറി. അതെ, ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എന്താ പറയുക ജനകീയനായ എഴുത്തുകാരൻ, ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന എഴുത്തുകാരൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ കൂട്ടായ്മ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 5-ന് നമ്മൾ വളരെ ഗ്രാൻഡ് ആയിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊരു അവസാനം ഉണ്ടോ? അതായത് ഇങ്ങനെ ഓരോ വർഷവും പുതിയ ആളുകളെ, ഫേമസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ബഷീർ ജൂലൈ 5-ന് നമ്മൾ വിട പറഞ്ഞു. പക്ഷെ ഒരു മലയാളിയുടെ മനസ്സിൽ നിന്ന് ബഷീർ വിട പറഞ്ഞിട്ടില്ല. അതാണ് ഈ നമ്മുടെ പരിപാടിയുടെ ശക്തി. ഈ 30 കൊല്ലമായിട്ടും ബഷീർ നമ്മുടെ കൂടെ ഉണ്ട്. അതിന് ഈ ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഓരോ വർഷവും ആളുകൾ കൂടിക്കൊണ്ട് ഓരോ വർഷവും വേദികളിൽ അവസരം കിട്ടാൻ വരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ ബഷീർ സാഹിത്യത്തെ മലയാളി അത്രമാത്രം നെഞ്ചിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരനെ മറ്റു സാഹിത്യത്തിനെ കൊച്ചാക്കി പറയുകയല്ല, പക്ഷേ ഇത്ര 30 കൊല്ലമായിട്ട് വേറെ പറഞ്ഞിട്ട് പോലും ഇന്ന് മലയാളി മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക, മലയാളി മനസ്സിലെ നാരായണിയിലെ അല്ലെങ്കിൽ മധുരയിലെ റോസാപ്പൂ പോലെ സൂക്ഷിക്കുന്നതാണ് ബഷീറിനെ. അതുള്ളിടത്തോളം കാലം ഇത് നടന്നുകൊണ്ട് പോകും. അപ്പോൾ അത് മലയാളിയുടെ, അത് പ്രത്യേകിച്ച് ബഷീറിൻ്റെ ജന്മനാട്ടിൽ അതിനൊരു നിമിത്തമായത് ബഷീറിനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് കൊണ്ടാണിത്. അതിന് എന്നിൻ്റെ കൂടെ ഒത്തിരി ആളുകളുണ്ട്. അതാണ് ഇതിന് പ്രേരക ശക്തി. ഒരുപക്ഷെ ഇതൊരു മഹാസംഭവമായി മാറാൻ കാരണം ബഷീർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കും. അതെ, എന്നും കൂടെ അജയനായിട്ട് നിൽക്കും. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ബഷീറിനെ സ്നേഹിക്കുന്നു. ഇപ്പം നിങ്ങൾ ബഷീറിൻ്റെ ഒരു നല്ല ആരാധകരായിട്ടാണ് നിങ്ങൾ കലവലപ്പറമ്പിലേക്ക് നിങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു ബഷീറുണ്ട്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയല്ലേ. അപ്പോൾ അടുത്ത വർഷവും നിങ്ങളോട് പറയണ്ട, നിങ്ങൾ എപ്പോൾ വിളിച്ചു ചോദിക്കും ഇനി എന്നാ ഷാജി ചേട്ടാ പരിപാടി എന്ന് ചോദിക്കും. അത് അങ്ങനെയാണ് ആളുകൾ വരുന്നത്. ഇതൊന്നും വേണം, ആരെ ക്ഷണിക്കണ്ട. വെറുതെ ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത്. അന്നും അച്ചടി മാധ്യമങ്ങളിൽ കൊടുത്താൽ മതി.
അച്ഛനും കൊടുത്ത ആളുകൾ വന്നോളൂ. ഞങ്ങൾ ഒരാൾ കാർഡ് അയക്കുകയോ നോട്ടീസ് അയക്കുകയോ ഒന്നുമില്ല. തപാൽ ചിലവൊന്നും ഞങ്ങൾക്കില്ല. ഏത് ആളുകൾ തിയേറ്ററിഞ്ഞ് വരികയാണ്, ആളുകൾ വരുവാണ്. അതൊക്കെ ഞങ്ങളുടെ കഴിവല്ല കേട്ടോ. അതെല്ലാം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ വലിയൊരു സുൽത്താൻ്റെ കഴിവാണ്. സുൽത്താൻ എന്നും സുൽത്താൻ കോഴിക്കോട്ടേക്ക് പോയെന്നൊക്കെ പറഞ്ഞ് വെറുതെയാ. സുൽത്താൻ നമ്മുടെ തലവലപ്പുറത്ത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം എല്ലാ വർഷവും ആരുടെയും ക്ഷണത്തിന്റെ ആവശ്യമില്ല. ജൂലൈ 5 ചരമദിനമാണ്. തീർച്ചയായിട്ടും ആർക്കും ലോകത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും തലവലപ്പറമ്പിൽ വരാം. സ്വാഗതം, നിറഞ്ഞ മുഞ്ചിരിയോടെ സ്വാഗതം അരുതാനായിട്ട് ഷായിച്ചേട്ടൻ ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.